ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്താടാ അവരൊന്നും പറയാത്തെ? ഞാനൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കാം മനുഷ്യൻ. ഇനിയിപ്പോ വേറെ ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചോദിക്കേ. വരട്ടെ ആശാനെ, അവര് കാര്യങ്ങൾ ഒന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ നേരിട്ട് കാണാലോ. മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയതെങ്ങനെ രാഘവൻ സാർ അറിഞ്ഞാ പിന്നെ അത് മതി. എനിക്ക് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചെവിയാക്കാൻ പറ്റില്ല. ആ, നമുക്ക് നോക്കാം. എന്തെങ്കിലും തക്കതായ കാര്യം കാണും. അല്ലെങ്കിൽ ശാലിനി കുഞ്ഞിനെ വരാതിരിക്കില്ല. അമ്മ വരുന്നല്ലോ. ഹാവു ഭാഗ്യം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. അനുവാന്റിയാണല്ലോ. മോളെ വാ, നമുക്ക് പോവാം. എന്ത് പറ്റി അനുവാന്റി അമ്മയ്ക്ക്? അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം. അയ്യോ. മോള് വണ്ടി കയറ്, നമുക്ക് ഹോസ്പിറ്റലിലേക്കാ പോണ്ടേ. എന്താ കുഞ്ഞ് ശാലിനി കുഞ്ഞിന് പറ്റിയത്? വരാൻ വൈകിയപ്പോഴേ ഞാൻ കരുതി എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമെന്ന്. തലകറക്കമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണോ? മോള് ചെന്ന് വണ്ടി കയറ്. പോട്ടെ പപ്പി. മോളും കൂടി ഒപ്പം ചെല്ല്. സത്യമായിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. മാഡത്തിനെതിരെ ഇന്നൊരു അറ്റാക്ക് ഉണ്ടായി. അറ്റാക്കോ? ആ, ഒരു ബഹളത്തിനിടയില് മാഡത്തിനെ ഒരാൾ കുത്തി. അയ്യോ, ശാലിനിയുടെ ICUല. എന്റെ ഈശ്വര, മുറിവ് കാര്യമായിട്ടുണ്ടോ മോളെ? ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. ഈശ്വര, അച്ഛൻ ഇവിടെ വന്നിരിക്കുകയാണോ? ഇതാ ചായ. മോളെ നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ അമ്മയെ കണ്ടിരുന്നു. നിന്റെയും പപ്പിയുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വിശേഷങ്ങൾ പറയാനൊക്കത്തില്ലല്ലോ, ദുരന്തങ്ങളല്ലേ നടക്കുന്നത്. അച്ഛാ, പപ്പിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകാനാവാതെ നിൽക്കാൻ ഞാൻ. അവളുടെ അടുത്ത് അവളുടെ അച്ഛൻ എന്താ വരാത്തെന്ന് ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കുക? എന്ത് കാരണം അച്ഛാ ഞാൻ പറയാ? ഇത് എന്നാ ശാരദാമ്മയും പറയുന്നത്? ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്നാ അവര് തിരക്കിയതേ. എന്തു പറയണമെന്നറിയാൻ വയ്യാതെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഭാര്യയും മോളെയും നോക്കാതെ തന്നിഷ്ടത്തിന് നടക്കുന്നവനൊക്കെ കുടുംബത്ത് കയറ്റുന്നേ ഞാൻ പറയൂ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം ഒരാളിന്റെയും ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാ. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം യുവമാർക്കൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളവന്മാരെ ഓർത്ത് ഒരിക്കലും ജീവിതം കരഞ്ഞു തീർക്കരുത്. ദേ, ഇവിടുത്തെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ. മുങ്ങാൻ പോകുന്നൊരു കപ്പലായത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടണം. ശാരദാമ്മയോട് മോളെയും കുഞ്ഞിനെയും ഇവിടെ ഒന്ന് വിളിച്ചോണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ മോളെ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇതൊരൊഴിഞ്ഞ കൂടുപോലെ കിടക്കും. അച്ഛൻ പറയുന്ന മോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അവിടെ നിന്റെ വീട്ടിലാവുമ്പോ പപ്പിക്ക് സത്യയുടെ കൂട്ടുണ്ട്. മനസ്സിന് സമാധാനം കിട്ടുന്ന എവിടെയാണോ അവിടെയാ നമ്മൾ പോയി നിൽക്കേണ്ടത്. ഇവിടെ നിന്നാ നിങ്ങൾക്കതൊരിക്കലും കിട്ടത്തില്ല. പപ്പിമോടെ പഠിത്തത്തിനും അവിടെ തന്നെ നിൽക്കുന്ന നല്ലത്. പിന്നെ അവന്റെ രോഹിത്തിന്റെ കാര്യം അതിനി നോക്കണ്ട. അവനിപ്പം ലഹരിയുടെ മറ്റൊരു ലോകത്താ. മദ്യമാ ഇപ്പൊ അവനെ കൊണ്ട് നടക്കുന്നേ. പിന്നെ അതിനവന് കുറെ ഒത്താശക്കാരുണ്ട്. കുടുംബം തകർക്കുന്ന കുറെ ചതിയന്മാരും. അതൊക്കെ അവനവന്റെ വഴിക്ക് നടക്കട്ടെ. കുറെ കഴിയുമ്പോഴേ
ഈ പറഞ്ഞവരും കൂടെ നിന്നവരും ഒക്കെ അങ്ങ് പോവും. ഹ. അവരുടെ കാര്യം കഴിയുമ്പോ അവരൊക്കെ അവനെ അങ്ങ് പുറന്തള്ളും. അപ്പൊ കാര്യം കഴിഞ്ഞ് തിരിച്ചു വരും. ഇല്ലെങ്കിൽ ഏതെങ്കിലും കടത്തങ്ങളിൽ അന്തി ഉറങ്ങി അങ്ങ് ഒടുങ്ങുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പോകുന്നതിന്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മോളെ. എന്റെ മോളിന് മറ്റൊന്നും ചിന്തിക്കണ്ട. ശാരദാമ്മ ഒന്ന് വിളിച്ച കൂടെ പോണം. അച്ഛാ പോണം. അതെ, നമ്മുടെ പപ്പിക്ക് വേണ്ടിട്ടെ നിങ്ങൾ പോണം. നമ്മുടെ ഇവിടുത്തെ ഈ സങ്കടങ്ങളൊക്കെ അറിയാതെ ആ കൊച്ചെങ്കിലും ഒന്ന് വളർന്നു വരട്ടെ. അച്ഛച്ചാ വന്നോ അച്ഛന്റെ മുത്ത്? വന്നു അമ്മേ, നല്ല വിശപ്പുണ്ട് കേട്ടോ. മോൾ അകത്തേക്കില്ല. പൊന്നി ആന്റി അവിടെ ഉണ്ട്. കഴിക്കാനൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ശരി. സാറേ, ടിവിയിൽ വാർത്ത വച്ചില്ലല്ലേ? എന്തോടോ കാര്യം? എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ടെന്നാ കേട്ടത്. താൻ കാര്യം പറയടോ. നമ്മുടെ ശാലിനി കുഞ്ഞിന് ചമ്പട എസ്റ്റേറ്റിന്റെ അടുത്ത് വെച്ച് കുത്തേറ്റെന്ന്. സീരിയസ് ആണെന്നാ കേട്ടത്. ദേവി, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ തിരിച്ചു തരണേ. അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ. എന്റെ പ്രാർത്ഥന കൈവിടരുതേ. കൃഷ്ണ, എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ വന്ന് ചെയ്തേക്കാം. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരണം. ആശാനെ, എന്താടാ അവരൊന്നും പറയാത്തെ? ഞാനൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കാം മനുഷ്യൻ. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചോദിക്കേ. വരട്ടെ ആശാനെ, അവര് കാര്യങ്ങൾ ഒന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ നേരിട്ട് കാണാമല്ലോ.